ഹോർമൂസ് കടലിടുക്കിലൂടെ പേർഷ്യൻ കടൽ മേഖലയിലേക്ക് കടക്കുന്ന കപ്പലുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട്, അതായത് അവിടേക്ക് വരണമെങ്കിൽ അതിന് കൃത്യമായി ഇറാന് ചുങ്കം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് പോകുമ്പോൾ അതിനെതിരെ അമേരിക്കയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നിലവിൽ ഇറാനെ കൂടാതെ ഒമാനെയും കൂടെ കൂട്ടി അതിൻ്റെ ഒരു ഷെയർ അവർക്ക് കൂടി, അതിൻ്റെ ലാഭവിഹിതം ഒരു നിശ്ചിത ശതമാനം അവർക്ക് കൂടി കൊടുക്കാൻ ധാരണയാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ അത് ഇറാൻ്റെ നിലവിലെ സാഹചര്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു കാര്യമാണ്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര ബന്ധത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സാഹചര്യം ഒമാനുമായി ബന്ധപ്പെട്ട കരാറിലൂടെ ഇറാൻ വഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇറാൻ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഇറാൻ്റെ പ്രസിഡന്റായ മസൂദ് പെസക്സിയാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ഒമാനുമായി ദീർഘനാളത്തെ ബന്ധമാണ് ഉള്ളത്. ഞങ്ങൾക്ക് മറ്റ് രാജ്യങ്ങൾ GCC രാജ്യങ്ങളുമായും യാതൊരു പ്രശ്നവുമില്ല. സൗദിയുമായുള്ള പ്രശ്നം പടലപ്പടക്കം അവസാനിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. സൗദി ഇപ്പോൾ ഇതാ അമേരിക്കയുടെ ചട്ടുകമായി നിന്ന സൗദി ഇപ്പോൾ ഇതാ തെറ്റ് മനസ്സിലാക്കുന്നു, ഇറാനോട് മാപ്പ് അപേക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. കാരണം സൗദിക്ക് മാത്രമല്ല GCC രാജ്യങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞൊരു കാര്യമാണ്, ഇറാൻ വളരെയധികം ചെറുത്ത് നിന്നതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആധിപത്യം നടക്കാതെ പോയത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയെങ്കിലും മുറിവുറുപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് കാര്യമായ മുന്നേറ്റമൊന്നും നടത്താൻ കഴിയില്ല. അവർ ഫലസ്തീനികളെ വിരട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ഗാസയിൽ അവർ നടത്തുന്ന രക്തച്ചൊരിച്ചിൽ പോലെ ഇറാനിൽ കയറി അങ്ങ് മേഞ്ഞു കളയാമെന്ന് വിചാരിച്ചെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്ന് ആ തെമ്മാടികളെ മനസ്സിലാക്കി കൊടുക്കലായിരുന്നു ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇറാൻ്റെ കയ്യിലെ ശക്തി എന്താണ്, ഇറാൻ്റെ കരുത്ത് എന്താണ്, ഇറാൻ്റെ ഉൾക്കരുത്ത് എന്താണ് എന്ന് കൃത്യമായി ഇസ്രയേലും അമേരിക്കയും ഒരുപോലെ അറിഞ്ഞ നാളുകളാണ് ഈ കടന്നുപോയ ആഴ്ചകളൊക്കെ. വരും ദിവസങ്ങളിൽ ഒമാനുമായി കൂടുതൽ സൗഹൃദം പങ്കിട്ട് ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാനോടൊപ്പം ഒമാൻ കൂടി പങ്കിടുന്ന സാഹചര്യത്തിൽ ഒമാൻ്റെയും ഇറാൻ്റെയും ദീർഘവീക്ഷണം എന്തൊക്കെ തന്നെ ആയിരുന്നാലും അത് അമേരിക്കയ്ക്ക് വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ്. അമേരിക്ക ഇനി കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ വീണ്ടും ചുങ്കം വർദ്ധിപ്പിക്കും, പിരിവിൻ്റെ തോത് വർദ്ധിപ്പിക്കും. അത് കൂടുതൽ പ്രശ്നങ്ങളാകും, സങ്കീർണമാകും. ലോക ചരക്ക് ഗതാഗതത്തിൻ്റെ 20% ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇറാൻ എടുക്കുന്ന ഏത് തീരുമാനവും ലോകരാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ പോലും ഇറാനോട് മയപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇറാനു വേണ്ടി വാദഗതികൾ ഉയർത്താൻ ശ്രമിക്കുന്നു. ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയോടൊപ്പം തന്നെ ചേർന്ന് ഇറാനെ വേണ്ടി സഹായവുമായി എത്തുന്നു. നോക്കൂ, ഇതാണ് ഇറാൻ്റെ നയതന്ത്രപരമായ വിജയം. ഒമാനും ഇറാനും ചേർന്നാൽ ഗൾഫ് മേഖലയിൽ, മിഡിൽ ഈസ്റ്റിൽ പുതിയ ഒരു സഖ്യ മുന്നണി എന്ന സംവിധാനമാകും. ഇറാന് വേണ്ടി കട്ടയ്ക്ക് നിന്ന റഷ്യയ്ക്ക് വീണ്ടും ഒരു കരുത്ത് തന്നെയാണ് ഒമാൻ്റെ കൂടി വരവ്.